മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് വീട് നിർമ്മിക്കാൻ മുസ്ലിം ലീഗ് 5 ഇരട്ടിയിലധികം തുക മുടക്കി വാങ്ങിയത് തോട്ടഭൂമിയല്ലെന്ന് തെളിയിക്കാൻ രേഖകളില്ലാത്തതിനാൽ ലാൻഡ് ബോർഡിന്റെ ഹിയറിംഗിൽ മുൻ ഉടമകൾ ഹാജരായില്ല. തൃക്കേപ്പറ്റയിൽ വാങ്ങിയ 11.21 ഏക്കറിലെ 1 ഏക്കർ ഒഴികെ നിർമ്മാണയോഗ്യമല്ലാത്ത കാപ്പിത്തോട്ടമാണെന്ന വിവാദം ഉയർന്നിരുന്നു. വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് പ്രകാരം ഭൂമി വിറ്റവർക്ക് ലാൻഡ് ബോർഡ് നോട്ടീസും നൽകി. സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കാൻ ആവശ്യമായ രേഖയുണ്ടെന്നായിരുന്നു ലീഗിന്റെ വാദം. ബുധനാഴ്ച രേഖകളുമായി ഹിയറിംഗിനെത്താൻ താലൂക്ക് ലാൻഡ് ബോർഡ് അറിയിച്ചെങ്കിലും 10 ദിവസം ഇനിയും സമയം വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കൈവശമുള്ള രേഖകൾ മാധ്യമങ്ങൾക്ക് നൽകില്ലെന്നും ലാൻഡ് ബോർഡ് ഹിയറിംഗിൽ ഹാജരാക്കി നിർമ്മാണം അതിവേഗം തുടങ്ങുമെന്നുമായിരുന്നു ലീഗ് നേതാക്കളുടെ അവകാശവാദം. ഹിയറിംഗ് നീളുന്നതോടെ വീടുകളുടെ നിർമ്മാണം തുടങ്ങുന്നതും അനിശ്ചിതത്വത്തിലായി. 40 കോടി രൂപയാണ് പുനരധിവാസത്തിനായി ലീഗ് സമാഹരിച്ചത്. സ്ഥലത്തിന് മാത്രമായി 12 കോടിയിലധികം രൂപ ചെലവഴിച്ചുവെന്നും നേതൃത്വം പറയുന്നു. 1 വർഷം മുമ്പ് സെന്റിന് 22,956 രൂപയ്ക്ക് രജിസ്ട്രേഷൻ നടന്ന അതേ റീസർവേ നമ്പറിലുള്ള ഭൂമി ഉൾപ്പെടെ സെന്റിന് 1.22 ലക്ഷം നൽകിയാണ് ലീഗ് വാങ്ങിയത്. ലീഗിലെ ഉന്നത നേതാവിന്റെ ബന്ധുവും ലീഗിന്റെ വീട് നിർമ്മാണ സമിതി അംഗവുമായ അഭിഭാഷകനാണ് സെന്റിന് 1.22 ലക്ഷം കൈപ്പറ്റിയത്. ഇദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്ന 3 ഏക്കർ ഉൾപ്പെടെ 5 പേരിൽ നിന്നും ലീഗ് ഭൂമി വാങ്ങി. മാർച്ചിൽ തൊട്ടടുത്ത സർവേ നമ്പറിൽ സെന്റിന് 15,000 വരെ നിരക്കിൽ രജിസ്റ്റർ ചെയ്ത സ്ഥലങ്ങൾക്ക് സെന്റിന് 1.22 ലക്ഷം രൂപ മുതൽ 98,000 രൂപ വരെ ലീഗ് മുടക്കിയെന്ന് കൽപ്പറ്റ സബ് രജിസ്ട്രാർ ഓഫീസിലെ രേഖകളിലുണ്ട്. ഭൂമി വിറ്റ ഈ അഭിഭാഷകൻ തന്നെയാണ് നിർമ്മാണ സമിതിക്ക് നിയമോപദേശവും നൽകിയത്. വിൽക്കുന്ന ഭൂമിയുടെ ഉടമസ്ഥൻ തന്നെ നിയമോപദേശകനായതിൽ ദുരൂഹതയുണ്ടെന്ന് പ്രാദേശിക ലീഗ് നേതാക്കൾ ഉൾപ്പെടെ പരസ്യമാക്കുകയാണിപ്പോൾ. ട്രൂ ലെൻസ്, വയനാട്.